everyone. മധ്യ യുകെയുടെ ശാന്തസുന്ദരമായ ലെസ്റ്ററിൽ ഇന്ന് 5ാമത് ഒഴവൂർ സംഗമമാണ്. ഈ 5ാം ഒഴവൂർ സംഗമത്തിൽ അതിൻ്റെ 2011 കമ്മിറ്റി മെമ്പേഴ്സ് എത്രമാത്രം അത് വിജയിപ്പിക്കും എന്ന് നമുക്കൊന്ന് കണ്ണോടിക്കാം. ഇതാ നമ്മളുടെ ഉഴവൂരിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. എത്ര മനോഹരമായിരിക്കുന്നു നമ്മളുടെ ഈ ഉഴവൂർ. ഇതാ നമ്മളുടെ ഉഴവൂരിലെ സെൻറ്റ് സ്റ്റീഫൻസ് ചർച്ച്, HS സ്കൂൾ, പിന്നെയും മാറിക്കഴിഞ്ഞാൽ LP സ്കൂൾ, ഇതെല്ലാം എൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നുന്നു. ഇതാ +2 പോകുന്ന വഴി, പമ്പിൽ നിന്ന് തുടങ്ങുന്ന നമ്മളുടെ ഉഴവൂർ ടൗൺ, മുത്തൂറ്റ് ബാങ്ക്, ടാക്സി സ്റ്റാൻഡ്, നമ്മളുടെ ഉഴവൂരിൻ്റെ ഹൃദയഭാഗത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. നോക്കൂ, ഇതിലേക്കൂടെയൊക്കെ നമ്മൾ എത്ര തവണ നടന്നിരിക്കുന്നു. നമ്മളുടെ ചെറുപ്പകാലത്ത് എത്ര തവണ പള്ളിയിൽ പോകാനും ക്ലാസ്സിൽ പോകാനൊക്കെ ആയി, ഷോപ്പിങ്ങിനൊക്കെ ആയി എത്രയോ തവണ നമ്മൾ ഇതിലേക്കൂടെ നടന്നിരിക്കുന്നു. അറിയാം, മോനിപ്പള്ളിയിലേക്ക് പോകുവാനുള്ള ജംഗ്ഷനാണ്. ഇതാ ഫെഡറൽ ബാങ്ക്, ഓട്ടോറിക്ഷ സ്റ്റാൻഡ്, ഇവയെല്ലാം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇനി ഇങ്ങ് മാറിക്കഴിഞ്ഞാൽ ഫെഡറൽ ബാങ്ക്, വടയാറിൻ്റെ ഷോപ്പ്, അതിന് മേരെയായി ഇതാ ഫിലിപ്പ് ചേട്ടൻ്റെ ബ്യൂട്ടി പാലസും, ചെറുകര മെഡിക്കൽസും, പിന്നെ മോഹനൻ ചേട്ടൻ്റെ സൈക്കിൾ കടയുമൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് തിരിച്ചു വരികയാണ്. ഇതൊന്നും ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാങ്ങിപ്പോവുകയില്ല. ഇതാ നോക്കൂ, നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട സ്ഥലം മറ്റൊന്നുമല്ല, കേരള ബീവറേജസ് കോർപ്പറേഷൻ. ഇവിടെ പോകാത്തതായി ഒരു ഉഴവൂരുകാരനുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. ലോകത്തിലെമ്പാടും എവിടെയാണെങ്കിലും, അതായത് UK-യിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിലും ഒരു പ്രവാസി പോലും ഇവിടെ പോയിട്ടില്ല എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഉഴവൂരിൻ്റെ ആദ്യകാല സിനിമാ കോട്ടകളിലൊന്നായ ശക്തി തിയേറ്ററിന് മുൻപിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. എന്തായാലും ഉഴവൂരിലെ യുവാക്കൾ ഒരിക്കലും നമ്മൾ കുറവലങ്ങാട്ടുള്ള അശോക തിയേറ്റർ മറക്കില്ല. ഞാനൊരു പുതിയ ഉഴവൂരിലേക്ക് എത്തിച്ചേർന്നു. ഞാനിപ്പോൾ ഉഴവൂരിലാണോ നിൽക്കുന്നത് എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിൽ നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കുക, ഉഴവൂരിനെ ഉഴവൂരാക്കിയ നമ്മുടെ പ്രിയങ്കരനായ ജോസഫ് ചാഴികാടിൻ്റെ പ്രതിമയാണ് നമ്മളിവിടെ ആദ്യമേ കാണുന്നത്. വീണ്ടും ഞാൻ വർഷങ്ങളോളം എൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് താലോലിച്ച് വളർന്ന ഭാവന ആർട്സ് ക്ലബ്ബ് ഞാൻ ഇവിടെ കാണുന്നു. ഈ അങ്ങനെ ഉഴവൂർ സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയം, ഉഴവൂരിലെ മുഴുവൻ ജനങ്ങളും ആരാധിക്കുന്ന സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയത്തെ നമ്മളിവിടെ കാണുകയാണ്. 2 മാസം മുമ്പ് നടന്ന കേരള നിയമസഭയിലേക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാനൊക്കെ വീറും വാശിയോടും കൂടി നേതൃത്വം കൊടുത്ത് നടത്തിയ ഇലക്ഷനിൽ ഞങ്ങൾ ഒടിച്ച പോസ്റ്ററുകൾ അതുപോലെ തന്നെ ഇവിടെ കാണുന്നു. എന്തൊരു ആവേശം! സിരകളിൽ ആവേശമുണർത്തുന്ന കാഴ്ചയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. എൻ്റെ ചുറ്റുമുള്ള ആൾക്കാർ, എൻ്റെ വീടിനടുത്തുള്ള ആൾക്കാർ, എൻ്റെ പ്രിയങ്കരനായ തോറ്റ സ്ഥാനാർത്ഥി സ്റ്റീഫൻ ജോർജിൻ്റെ പോസ്റ്റർ, വഞ്ചിത്താനത്ത് ഷൂമാർട്ട്, ഫെഡറൽ ബാങ്ക്. അല്ല, ഞാൻ ഇംഗ്ലണ്ടിലെ ലെസ്റ്റർ അല്ല, ഞാനിപ്പോൾ നിലവിൽ ഉഴവൂർ തന്നെയാണ്. തീർച്ചയായിട്ടും ഉഴവൂർ തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എനിക്ക് നിങ്ങളോട്, എന്നെ ശ്രമിക്കുന്ന ആൾക്കാരോടും പറയാനുള്ളൊരു കാര്യം ഇതാ ഇവിടെ കാണുന്നു. ഉഴവൂരിൻ്റെ ചന്തകളിൽ, ഉഴവൂരിൻ്റെ തെരുവുകളിൽ മാതൃകാ ദമ്പതികളായി കടന്നു വന്ന, നിരവധി വർഷങ്ങൾ ജീവിച്ച, ഇന്ന് ഓർമ്മകളായിട്ട് മാറിയിരിക്കുന്ന ദമ്പതികൾ ഈ ആധുനിക ലോകത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളുടെ പ്രശ്നത്തിന്റെ പേരിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി താമസിക്കുമ്പോൾ, ഡൈവേഴ്സ് നോട്ടീസ് കൊടുക്കുമ്പോൾ ഇവരിങ്ങോട്ട് നോക്കുക, രണ്ടുപേരും അന്ധന്മാര്, സുഖത്തിലും ദുഃഖത്തിലും രാത്രിയിലും പകലും രാവിലെയും വൈകിട്ടും ദൈവം കൂട്ടിച്ചേർത്തത് മനുഷ്യൻ വേർപെടുത്താത്ത രീതിയിൽ ഒന്നിച്ച് ജീവിച്ച് മരിച്ച ആ ദമ്പതികളെ അത് ഉഴവൂരിൽ നിന്നല്ലാണ്ട് എവിടെ കാണാൻ സാധിക്കും? ഇപ്പോൾ ഇതാ ഇംഗ്ലണ്ടിൽ ലെസ്റ്ററിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. അഭിനന്ദനങ്ങൾ ഉഴവൂർ സംഗമക്കാരെ, അഭിനന്ദനങ്ങൾ.